കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മൾ 14 സ്ക്രീനോട് കൂടിയ ഐനോക്സിന്റെ മെഗാപ്ലക്സ് തിയേറ്ററിനെ പറ്റി സംസാരിച്ചത്. അപ്പോ അതിനേക്കാളും സ്ക്രീൻ കൂടിയ വേറെ ഏതെങ്കിലും മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇന്ത്യയിൽ ഉണ്ടോ? യെസ്. ഏഷ്യയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മൾട്ടിപ്ലക്സ് തിയേറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ക്രീനുകളോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഏതാണെന്നറിയോ? അത് നമ്മുടെ മായാജാൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ്. ഇപ്പോ ലിയോ പോലെ ഒരു ഹൈപ്പുള്ള സിനിമ ഇറങ്ങാന്ന് വെച്ചോ, ഒരു ദിവസം ഒരു ആവറേജ് 5 ഷോ വെച്ച് കൂട്ടുവാണെങ്കിലേ മൊത്തം 80 ഷോ വരും. ഈ 80 ഷോയൊക്കെ ഒരു തിയേറ്ററിൽ കളിക്കാൻ പറ്റുമോ? പക്ഷേ ഇവിടെ പറ്റും കേട്ടോ. നമ്മുടെ മായാജാൽ കോംപ്ലക്സിൽ അത് സാധ്യമാണ്. അതിനേക്കാളും കൂടുതലും പറ്റും. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു തിയേറ്റർ എവിടെയാണ് വരുന്നതെന്ന് പറയാം. അധികം ദൂരമൊന്നുമില്ല, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ചെന്നൈ ECR റോഡിലാണ് മായാജാൽ മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് വരുന്നത് കേട്ടോ. പേര് പോലെ തന്നെ മായാജാലമാണ്. അപ്പോ ഇത് മൊത്തം ഒരു 30 ഏക്കർ ലാൻഡിലാണ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ വരുന്നറിയോ? ഷോപ്പിംഗ് മാൾ വരുന്നുണ്ട്, മൾട്ടിപ്ലക്സ് വരുന്നുണ്ട്, സ്പോർട്സ് കോംപ്ലക്സ് വരുന്നുണ്ട്, ഇതിനടുത്തായിട്ടൊരു റിസോർട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് 1997 ഈ ഒരു ബിസിനസ് അവര് സ്റ്റാർട്ട് ചെയ്തത്. കാലക്രമേണയാണ് ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നത്. നിങ്ങൾ ഈ ഒരു മായാജാൽ കോംപ്ലക്സിലേക്ക് പോയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇത്രയധികം സംഭവങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗെയിം സോൺ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇഷ്ടം പോലെ ഗെയിംസ് ആണ് ഉള്ളത്. കിഡ്സിന് വേണ്ടി സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇനി വിർച്വൽ റിയാലിറ്റി ഗെയിംസ് വേണമെന്നുണ്ടെങ്കിൽ അത് കളിക്കാനായിട്ട് പറ്റും. ഇനി ഫിസിക്കൽ ഗെയിംസ് ആയിട്ടുള്ള ബൗളിംഗ്, ക്രിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതും വലിയ പ്രൈസ് ഒന്നുമില്ല, റീസണബിൾ പ്രൈസിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് കൂടാതെ അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, സ്പാ ഉണ്ട്, തുടങ്ങി ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് ഈ ഒരു കോംപ്ലക്സിൽ ചെന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല ഇതിന്റെ കൂടെയാണ് തിയേറ്ററും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ തിയേറ്ററിലേക്ക് കിടക്കാം. തിയേറ്ററിന്റെ കാര്യം പറയുമ്പോഴേ നിങ്ങൾ ഈ ഒരു മായാജാൽ കോംപ്ലക്സിലേക്ക് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാതെ തിരിച്ച് വരേണ്ട ഒരു അവസ്ഥ വരത്തില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, മൊത്തം 16 സ്ക്രീൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 16 സ്ക്രീനിൽ ഏതെങ്കിലും ഒരു സ്ക്രീനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ 16 സ്ക്രീനിലായിട്ട് മൊത്തം 2600 സീറ്റാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയധികം സ്ക്രീനുകൾ ഉള്ളത് കൊണ്ട് തന്നെ 6 ഭാഷകളിലായിട്ട് മൊത്തം 30ഓളം സിനിമകൾ പ്രദർശിപ്പിക്കാനായിട്ട്, അതും ഒരു ദിവസം പ്രദർശിപ്പിക്കാനായിട്ട് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിൽ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് എപ്പോഴും ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിൽ സാധാരണമാണ് കേട്ടോ. ഇനി ഈ തിയേറ്ററിനെ കുറച്ച് രസകരമായ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നമ്മുടെ തലൈവർ രജനീകാന്തിന്റെ കാല എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, ആ ഒരു സിനിമ 16 സ്ക്രീനുകളിലും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ തല അജിത്തിന്റെ ബില്ല 2 എന്ന് പറഞ്ഞ സിനിമ ഒരു ഓൾ ടൈം റെക്കോർഡാണ്. അത് നമ്മുടെ നാട്ടിലൊന്നും അത് സാധ്യമാകാത്തൊരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഒരു ദിവസം 112 ഷോ ആണ് ഈ ഒരു തിയേറ്ററിൽ കളിച്ചത് കേട്ടോ. അതൊരു ഓൾ ടൈം റെക്കോർഡാണ്. അതിനി ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ തലൈവർ രജനീകാന്തിന്റെ ശിവാജി എന്ന് പറഞ്ഞ സിനിമ 125 ദിവസമാണ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിയത് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. നമ്മുടെ തലൈവർ രജനീകാന്തിന് ഇനിയും റെക്കോർഡുകളുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2023 ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറി കണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയിലറാണ്. പിന്നെ നമ്മുടെ ദളപതി വിജയുടെ ലിയോ എന്ന് പറഞ്ഞ സിനിമയാണ് ഫസ്റ്റ് ഡേ 80 ഷോ കളിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം 2023 2 റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജയിലറിനും അതുപോലെ ലിയോയ്ക്കുമാണ് ഈ ഒരു തിയേറ്ററിൽ. ഇനി സ്പെക്കിന്റെ കാര്യം ഒട്ടും മോശമല്ല. 4K പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ഉള്ള കുറെ സ്ക്രീനുകളുണ്ട്. അതുപോലെ 4K പ്രൊജക്ഷനും ഡോൾബി 7.1 വരുന്ന സ്ക്രീനുകളുണ്ട്. അതുപോലെ 2K പ്രൊജക്ഷനും ഡോൾബി 7.1 വരുന്ന കുറെ സ്ക്രീൻ ഉണ്ട് കേട്ടോ. മൊത്തം 16 സ്ക്രീൻ ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് 4K ഡോൾബി അറ്റ്മോസ് തന്നെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഏത് സ്ക്രീനിൽ വേണമെന്നുള്ള കാര്യമൊക്കെ അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയധികം ആൾക്കാർ വരുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് മൾട്ടിപ്ലക്സിൽ ഇത്രയധികം ആൾക്കാർ വരും, അതുപോലെ തന്നെ ഗെയിം സോണിൽ ആൾക്കാർ വരും, പിന്നെ അവരുടെ ഷോപ്പിംഗ് മാളിൽ ആൾക്കാർ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒരു വലിയ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന ഒരു പാർക്കിംഗ് സ്ലോട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പാർക്കിംഗ് ഫീ വാങ്ങുന്നുണ്ട്, അത് കുറച്ച് കൂടുതലാണ്. 2 വീലറിന് വരെ ഏതാണ്ട് 50 രൂപയ്ക്ക് അടുത്ത് വരെയൊക്കെ പാർക്കിംഗ് ഫീ ഇവിടെ ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊരു ചെറിയ കംപ്ലൈന്റ് ആയിട്ട് ആൾക്കാർ പറയാറുണ്ട്. പിന്നെ ഇത് കൂടാതെ വരുന്ന കംപ്ലൈന്റ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ ഇവിടെ ബാഗ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാഗിനകത്ത് എന്തെങ്കിലുമൊക്കെ സിഗരറ്റ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പിടിച്ച് വാങ്ങാറുണ്ട്. പക്ഷെ അത് അത്ര കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാര്യം ഇത്രയധികം ആൾക്കാർ വരുന്ന സമയത്ത് എല്ലാവരെയും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിലുള്ള സ്റ്റാഫിന്റെ നമ്പർ വളരെ കുറവാണെന്നാണ് അവിടെ പോകുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് പറയാറുള്ളത്. പിന്നെ ചില സ്ക്രീനുകളൊക്കെ ഇപ്പം സ്ക്രീൻ 16 നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ചെറിയ സ്ക്രീനാണ്, മൾട്ടിപ്ലക്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രീൻ സൈസ് വളരെയധികം കുറവാണ്. പിന്നെ സീറ്റുകളൊക്കെ വളരെയധികം അടുത്തടുത്തായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത്ര അധികം ഇഷ്ടമില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇവിടെ കംപ്ലൈൻസ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു ഗംഭീര സംഭവം തന്നെയാണ്. കാര്യം ഇത്രയധികം സാധനങ്ങളാണ് ഒരുമിച്ച് ഒരൊറ്റ കുടക്കീഴിലായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ.
അപ്പോൾ അതൊരു നല്ല ഇനിഷ്യേറ്റീവ് തന്നെയാണ്, വളരെ മികച്ച ഒരു ബിസിനസ് മോഡൽ തന്നെയാണ് നമ്മുടെ മായാജാൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ചെന്നൈയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെന്നൈയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ECR റോഡിലുള്ള ഈ ഒരു മായാജാൽ മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് കയറിയിട്ട് സിനിമ കാണുക അല്ലെങ്കിൽ ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുക. നിങ്ങൾ ഫുൾ ഡേ എൻജോയ് ചെയ്യുക കേട്ടോ. ഫുഡ് കോർട്ട് സംഭവങ്ങളൊക്കെയാണ്, ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പോയി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.